പാതിവേല തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 143 കോടിയിലധികം രൂപ വന്നുവെന്ന് ക്രൈംബ്രാഞ്ച്. 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 548 കോടി രൂപ വന്നുവെന്നും കണ്ടെത്തി. അനന്തുവിനെ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക രേഖകൾ കണ്ടെത്തിയത്. 20,163 പേരിൽ നിന്ന് 60,000 രൂപ വീതവും 4,025 പേരിൽ നിന്ന് 56,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് സംശയം. എന്നാൽ ലാപ്ടോപ്പുകളും രേഖകളും മാറ്റിയിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് ക്രൈംബ്രാഞ്ച്. തട്ടിയ പണം ഉപയോഗിച്ച് ബിനാമി പേരിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. കേസിൽ KN ആനന്ദകുമാറിന്റെ പങ്കിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. NGO കോൺഫെഡറേഷൻ തുടങ്ങിയത് സത്യസായി ട്രസ്റ്റ് എന്ന് ആനന്ദകുമാർ. 2023 ഡിസംബർ 4 കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് സത്യസായി ഓപ്പറേറ്റ് ട്രസ്റ്റിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. കുട്ടികൾക്കെല്ലാം ഇന്ന് ലാപ്ടോപ്പ് കിട്ടുകയാണ്. 5000 ലാപ്ടോപ്പ് ഇൻറ്റു 20,000 രൂപ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എത്രയായിന്നറിയോ? 10 കോടി കഴിഞ്ഞില്ല. ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി കരാർ ഒപ്പിട്ടത് അനന്തകൃഷ്ണനൊപ്പമാണ്. തനിക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും ആനന്ദകുമാർ പറയുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.